എരുമേലിയിൽ കുറി തൊടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ വിമർശനം. ക്ഷേത്രത്തിനകത്താണോ കുറി തൊടാൻ പണം വാങ്ങുന്നതെന്ന് ഹൈക്കോടതി. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല. അതേസമയം നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തുന്നില്ലെന്ന് ദേവസ്വം ബോർഡിന്റെ മറുപടി. എന്നാൽ പണം വാങ്ങുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തി ആരെന്ന് കോടതി ആരാഞ്ഞു. വ്യക്തിയുടെ വിവരങ്ങൾ തിങ്കളാഴ്ച ഹാജരാക്കാനും ഹൈക്കോടതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, എരുമേലിയിൽ കുറി തൊടുന്നതിന് പണപ്പിരിവ് നടത്തിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം അതോടൊപ്പം തന്നെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. യാതൊരു തരത്തിലും ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ വിഷയം പരിഗണിച്ച സമയത്ത്, അതായത് എരുമേലി സ്വദേശിയും ഭക്തനുമായിട്ടുള്ള മനോജ് എസ് നായരാണ് ഇത്തരമൊരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. കുറി തൊടുന്നതിന് വേണ്ടിയിട്ട് കരാർ നൽകുകയായിരുന്നു. ഏകദേശം 4 ഇടങ്ങളിലായിട്ടാണ് ഈ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കരാറിലൂടെ ലക്ഷങ്ങളാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇത് ഭക്തരെ ചൂഷണം ചെയ്യുന്നതാണ് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ ടെൻഡർ നടപടികളും ദേവസ്വം ബോർഡിന്റെ ഈ കരാർ നടപടികളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകണമെന്നുമുള്ളതായിരുന്നു ആവശ്യം. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്. ആചാരമാണോ എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്രത്തിനകത്താണോ ഈ കുറി തൊടാൻ പണം വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യവും കോടതി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയത് ഈ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല, മറിച്ച് ഈ അനധികൃതമായിട്ട് ആളുകൾ ഭക്തരിൽ നിന്ന് ഇത്തരത്തിൽ കുറി തൊടുന്നതിന് പണം വാങ്ങുകയാണെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ക്രമീകരണം ഒരുക്കിയത് എന്നുള്ള ഒരു വാദമാണ് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ സത്യവാങ്മൂലം എന്നുള്ള രീതിയിൽ നൽകാനായിട്ട് സാവകാശവും ദേവസ്വം ബോർഡ് നിലവിൽ തേടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ ദേവസ്വം ബോർഡും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒക്കെ തന്നെയാണ് എതിർകക്ഷികൾ. ഈ കരാർ ഏറ്റെടുത്ത ആളുകളൊന്നും തന്നെ കക്ഷികളല്ല. അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട SHOയെ കൂടി കക്ഷി ചേർക്കാനായിട്ട് ഹൈക്കോടതി നിലവിൽ ഹർജിക്കാരന്റെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഹർജിക്കാരൻ ചില ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ഈ കുറി തൊടുന്നതിന് പണം വാങ്ങിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ വിശദാംശങ്ങൾ ഉടൻ തന്നെ കോടതി അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഭക്തർ, അതായത് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തർ വരുന്നത് പലപ്പോഴും കടം വാങ്ങിയിട്ടൊക്കെ തന്നെയാണ്. അവർ ഇവിടെ വരുന്ന സമയത്ത് കുറി തൊടുന്നതിന് പോലും പണം വാങ്ങിക്കുന്നത് അവരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ആരെയും അത്തരത്തിൽ ഭക്തരെ ചൂഷണം ചെയ്യാനായിട്ട് അനുവദിക്കില്ല എന്നുള്ള കാര്യവും ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിന് ഏകദേശം 7 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ കരാറിലൂടെ ലഭിക്കുന്നതെങ്കിൽ ആ കരാർ എടുത്ത വ്യക്തിക്ക് കോടിക്കണക്കിന് രൂപയാണ് ലഭിച്ചേക്കാവുന്നതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഇതിനുള്ള ക്രമീകരണങ്ങളും ഈ പണപ്പിരിവ് നടത്തുന്നതെന്നാണ് ഹർജിക്കാരന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് വി സനത്കുമാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും ഹൈക്കോടതി നിലവിൽ ഈ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്.